കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ PSCക്ക് വിടുമെന്നുള്ള CPM കേന്ദ്ര സമിതി അംഗം AK ബാലന്റെ പ്രസ്താവന തികച്ചും നിരുത്തരവാദിത്വവും അപക്വവുമാണെന്ന് KCBC വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്യൂസ്. കേരളത്തിന്റെ പൊതു ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ എയ്ഡഡ് സ്ഥാപനങ്ങളുടെ പങ്ക് വിലമതിക്കുന്നതിന് പകരം അവമതിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ വഹിക്കുന്നവർക്ക് ഭൂഷണമല്ലെന്നും വിമർശനം. എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ സർക്കാരിന്റെ ഔദാര്യമായിട്ടല്ല ലഭിച്ചത്. ഒരു വിമോചന സമരവും ഇതിനായി കേരളത്തിൽ നടന്നിട്ടുമില്ല. എപ്പോഴും വിമോചന സമരത്തിന്റെ പശ്ചാത്തലം ഉദ്ധരിക്കുന്നത് നിർഭാഗ്യകരമാണ്. എപ്പോഴുമുള്ള വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റിയെടുക്കുവാൻ ബോധപൂർവമായ ഗൂഢലക്ഷ്യത്തോടെ CPM കേന്ദ്ര സമിതി അംഗം AK ബാലൻ ഈ പ്രസ്താവന നടത്തിയതായിട്ട് മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂവെന്നും KCBC വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്യൂസ് വിമർശിച്ചു. അതേസമയം എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങളിൽ സുതാര്യതയില്ലാത്ത സ്ഥാപനങ്ങളെ നിയമപരമായി കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്ന ഭരണകൂടം ഈ വിധത്തിൽ പ്രസ്താവനകൾ നടത്തുന്നതിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കണം. സാമൂഹ്യനീതിയും സുതാര്യതയും യോഗ്യതാ പരിഗണനയും മാനദണ്ഡമാക്കിയുള്ള എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ സർക്കാർ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ക്രമക്കേടുകൾ കണ്ടെത്തി തിരുത്താൻ നടപടികൾ സ്വീകരിക്കുന്നതിനെ KCBC സ്വാഗതം ചെയ്യുന്നുവെന്നും KCBC വിദ്യാഭ്യാസ കമ്മീഷൻ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പ്രസ്താവിച്ചു. സർക്കാർ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ സുതാര്യത നഷ്ടപ്പെടുത്തി. പിൻവാതിൽ നിയമനത്തിലൂടെയും സ്വാധീനമുള്ളവരും സ്ഥാനമുറപ്പിക്കുന്നുവെന്ന പരാതി നിലനിൽക്കുമ്പോൾ എയ്ഡഡ് മേഖലയെ അടച്ചാക്ഷേപിക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും കോടതി മുഖേന ഇതുമായി ബന്ധപ്പെട്ട അനേകം തിരിച്ചടികൾ ലഭിച്ചിട്ടും സർക്കാർ ഈ വിധത്തിൽ ചിന്തിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ മുഴുവനും ദോഷകരമായി ബാധിക്കുന്നതാണെന്നും KCBC വ്യക്തമാക്കി. നിയമപരമായും ഭരണഘടനാപരമായും ലഭിച്ച അവകാശങ്ങളെ വെറുമൊരു ഔദാര്യമായി കണക്കാക്കി പ്രതികരിക്കുന്ന സമീപനം രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണമായും നിർത്തണമെന്നും ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്യൂസ് തന്റെ പ്രസ്താവനയിൽ അഭിപ്രായപ്പെട്ടു. ഷെക്യാന ന്യൂസ്, കൊച്ചി. CPM കേന്ദ്ര സമിതി അംഗം AK ബാലന്റെ പ്രസ്താവനയിൽ പ്രകടമാകുന്നത് പാർട്ടിയും സർക്കാരും ചേർന്ന് സ്വകാര്യ മാനേജ്മെന്റുകളെ വീണ്ടും അവമതിക്കുവാനും തിരസ്കരിക്കുവാനുമുള്ള ശ്രമമാണെന്ന് KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് G. പാലക്കപ്പള്ളി ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു. സ്വകാര്യ മാനേജ്മെന്റുകളുടെ പ്രവർത്തന ഫലമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ള സാംസ്കാരിക, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിലെ അവഗണിക്കാൻ സാധിക്കാത്ത പുരോഗതിയെന്നും KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ പറഞ്ഞു. സ്വകാര്യ മാനേജ്മെന്റുകളെ കൊള്ളക്കാരായും കോഴക്കാരായും ചിത്രീകരിച്ചുകൊണ്ട് മാനേജ്മെന്റുകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ ഹനിക്കുവാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാരും മാർക്സിസ്റ്റ് പാർട്ടിയും പിൻവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെയും കൂടെ അറിവും സമ്മതവും തൻ്റെ പ്രസ്താവനയ്ക്കുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ പാർട്ടിയും സർക്കാരും സ്വകാര്യ മാനേജ്മെൻറ്റുകളെ വീണ്ടും അവമതിക്കാനും തിരസ്കരിക്കാനുമുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് പറയേണ്ടി വരുന്നു. സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെ പ്രവർത്തന ഫലമാണ് കേരളത്തിന് ഇന്ന് ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ പുരോഗതി. സാംസ്കാരിക മേഖലയിലും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കേരളം കൈവരിച്ചിട്ടുള്ള പുരോഗതിക്ക് സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെ സംഭാവന അവഗണിക്കാൻ പറ്റാത്ത ഒന്നാണ്. സ്വകാര്യ മാനേജ്മെൻറ്റുകളെ കൊള്ളക്കാരായും കോഴക്കാരായും ചിത്രീകരിച്ചുകൊണ്ട് സ്വകാര്യ മാനേജ്മെൻറ്റുകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ ഹനിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാരും മാർക്സിസ്റ്റ് പാർട്ടിയും പിൻവാങ്ങണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എയ്ഡഡ് അധ്യാപക നിയമനം PSCക്ക് വിടുമെന്നുള്ള CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ പ്രസ്താവന ദുരുദ്ദേശപരവും അപലപനീയവുമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി. ഇത് സർക്കാർ നയമാണോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി വ്യക്തമാക്കി. ഭരണഘടന ഉറപ്പു നൽകുന്ന ന്യൂനപക്ഷ അവകാശ പരിധിക്കകത്തു നിന്നുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് സർക്കാർ നിയന്ത്രണങ്ങൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് അംഗീകരിക്കില്ലെന്നും എന്തിനും ഏതിനും വിമോചന സമരത്തെ വലിച്ചിഴച്ച് കേരള ജനതയെ രാഷ്ട്രീയമായി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന CPM നയം ഭൂഷണമല്ലെന്നും സർ CPയുടെയും മുണ്ടശ്ശേരിയുടെയും കാലം മുതൽ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സ്ഥാപിത താൽപര്യങ്ങൾക്കായി പിടിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങളുടെ തുടർച്ചയായാണ് CPM നേതാവിന്റെ ഈ പ്രസ്താവനയെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി വ്യക്തമാക്കി. ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ പകർന്നു നൽകിയ ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിന്റെ ഫലമാണ് മലയാളികൾക്ക് ലോകമെമ്പാടും തൊഴിലവസരങ്ങൾ ഒരുങ്ങിയതെന്നും മറക്കരുതെന്നും ജാതിമത ഭേദമന്യേ സാധാരണക്കാർക്ക് ഉന്നത മൂല്യമുള്ള വിദ്യാഭ്യാസം നൽകിയിട്ടുള്ളതും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നതും ക്രൈസ്തവ സ്ഥാപനങ്ങളാണെന്നും കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. ഇത്തരം സ്ഥാപനങ്ങൾ സമുദായത്തിന്റെ സമ്പത്തും മനുഷ്യ വിഭവശേഷിയും വിനിയോഗിച്ചാണ് കെട്ടിപ്പടുത്തിട്ടുള്ളത്. ഈ സ്ഥാപനങ്ങളിൽ കണ്ണുവെച്ച് രാഷ്ട്രീയ ലാക്കോട നടത്തുന്ന കുൽസിത ശ്രമങ്ങളെ എന്തു വില കൊടുത്തും എതിർക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡയറക്ടർ ഫാദർ ജിയോ കടവി, ജനറൽ സെക്രട്ടറി രാജു കൊച്ചുപറമ്പിൽ, ഡോക്ടർ ജോബി കാക്കശ്ശേരി, ഡോക്ടർ ജോസ്കുട്ടി ജെ ഒഴികയിൽ മാത്യു വർക്കി നേരപ്പേൽ കൊല്ലടിക്കോട്, വർഗീസ് ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഷെക്കേന ന്യൂസ്, കൊച്ചി.
എയ്ഡഡ് നിയമനം PSCക്ക് വിടുമെന്നുള്ള AK ബാലൻ്റെ പ്രസ്താവനയോട് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ നടത്തിയ ഒരു പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിപ്രകാരമാണ് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ ആക്ഷേപിക്കുവാനുള്ള നീക്കങ്ങൾ അപലപനീയമാണെന്ന് സീറോ മലബാർ സഭ വ്യക്തമാക്കുന്നു. കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ടും അധ്യാപക നിയമനങ്ങൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമുള്ള CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ്റെ പ്രസ്താവന പ്രതിഷേധാർഹമാണെന്ന് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നു. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന പ്രത്യേക വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിക്കുവാനുള്ള നീക്കം യാഥാർത്ഥ്യ ബോധമില്ലാത്തതും ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ടുള്ളതുമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ അഴിമതി നടക്കുന്നുവെന്ന് ആക്ഷേപിക്കുന്ന പാർട്ടി നേതാവ് യാഥാർത്ഥ്യത്തെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകണമെന്നും സീറോ മലബാർ സഭ ആവശ്യപ്പെടുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിവിധ തലങ്ങളിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുവാനും ഉത്തരവാദികളായവരെ മാതൃകാപരമായി ശിക്ഷിക്കുവാനും ശ്രമിക്കാതെ വിദ്യാഭ്യാസ മേഖലയിൽ നൂറ്റാണ്ടുകളായി മാതൃകാപരമായി സേവനം ചെയ്യുന്ന വിദ്യാഭ്യാസ ഏജൻസികളെ ആക്ഷേപിക്കുവാനുള്ള ശ്രമങ്ങൾ പ്രതിഷേധാർഹമാണെന്നും സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. കേരള കത്തോലിക്ക മെത്രാൻ സമിതി പ്രസ്താവിച്ചതുപോലെ ചരിത്രബോധവും നിയമാബോധവും ഇല്ലാതെ രാഷ്ട്രീയ പ്രവർത്തകർ പെരുമാറുന്നത് ആശാവഹമല്ല എന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പുറത്തിറക്കിയ വളരെ പ്രധാനപ്പെട്ട പ്രസ്താവന അവസാനിക്കുന്നത്.